സാമ്പത്തിക പ്രതിരോധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ധാരണയായി. പ്രതിരോധ രംഗത്ത് $142 ബില്യൺ കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിയാദ് സന്ദർശനത്തിലാണ് നിർണായക കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവച്ചത്. പതിവുകൾ തെറ്റിക്കുന്നത് പതിവാക്കിയ ഭരണകർത്താവാണ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാമതും പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ വിദേശയാത്രയ്ക്ക് മറ്റു പ്രസിഡന്റുമാരെ പോലെ മെക്സിക്കോയോ കാനഡയോ ബ്രിട്ടനോ ട്രംപ് തെരഞ്ഞെടുത്തില്ല. 2017 പോലെ ആദ്യ യാത്ര റിയാദിലേക്ക്. അവിടെ ലഭിച്ചതാകട്ടെ അമ്പരപ്പിക്കുന്ന വരവേൽപ്പും. ഞങ്ങൾ പരസ്പരം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് പറഞ്ഞ ഈ വാക്കുകൾ ശരിവെക്കുന്നതായിരുന്നു പിന്നീടുള്ള കരാറുകളും ധാരണാപത്രങ്ങളും. $142 ബില്യൺ പ്രതിരോധ രംഗത്തെ സഹകരണ കരാർ. സൗദി സേനയെ ആധുനികവൽക്കരിക്കാൻ അമേരിക്ക എല്ലാ സഹായങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും നൽകും. അമേരിക്കയിലെ വൻകിട പദ്ധതികളിൽ സൗദി അറേബ്യ നിക്ഷേപം നടത്തും. ഊർജം, ഖനനം എന്നീ മേഖലകളിലും പരസ്പര സഹകരണം ശക്തമാക്കും. ബഹിരാകാശ ഗവേഷണവും പരീക്ഷണങ്ങളുമാണ് മറ്റൊരു സഹകരണ മേഖല. ആരോഗ്യരംഗത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിനും ഇരു രാജ്യങ്ങളും സഹകരിക്കും. റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർഫോഴ്സ് 1 വന്നിറങ്ങിയ ട്രംപിനെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. സൗദി വ്യോമസേനയുടെ F-15 വിമാനങ്ങൾ എയർഫോഴ്സ് 1 ഓണററി എസ്കോർട്ട് നൽകി. നാളെയാണ് ട്രംപ് ഖത്തറിലെത്തുക. തുടർന്ന് UAE സന്ദർശിക്കും. മാതൃഭൂമി ന്യൂസ്, റിയാദ്.